യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. കട്ടപ്പ ബാഹുബലിയെ കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്താണ് വിമർശനം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് കട്ടപ്പ പോസ്റ്റ് ഇട്ടത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വലിയൊരു കലഹം യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ചിത്രമൊക്കെ ഇട്ടുകൊണ്ട് അബിൻ വർക്കിയാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്നവരെ കൊണ്ട് ഇത് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കലഹത്തിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ എന്താണ് അതിലൊരു ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? അനുജ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പകരക്കാരനായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് 2 ദിവസത്തിനകം പുതിയ ആളെ നിയമിക്കുമെന്നാണ് ഹൈക്കമാൻഡും മറ്റും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ തമ്മിലടി മുറുകിയിരിക്കുന്നത്. സംഘടനയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് നേതാക്കൾ തമ്മിൽ അടിച്ചിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളും മറ്റും പുറത്തു വന്ന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ചരടുവലി നടത്തിയത് അബിൻ വർക്കിയാണ്. നേതാക്കൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടനയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്തത്. ആ ചിത്രത്തിൻ്റെ പിറകിൽ അബിൻ വർക്കിയുടെ ചിത്രം കൂടി ആലേഖനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു ഫോട്ടോഷോപ്പ് വഴി മറ്റോ തയ്യാറാക്കിയ ഒരു ചിത്രമാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഈ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. ഇതേ തുടർന്ന് പിന്നീട് അബിൻ വർക്കിക്കെതിരെ ശകാര വർഷമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്നത്. എന്തായാലും തമ്മിലടി മുറുകിയതോടെ ദേശീയ നേതൃത്വം, ദേശീയ സെക്രട്ടറി പുഷ്പലത ഇടപെട്ട വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ അഡ്മിൻ ഓൺലി ആക്കി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സംഘടനയുടെ നേതൃത്വത്തിൽ തമ്മിലടിയുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അബിൻ വർക്കിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താൻ അബിൻ വർക്കിയാണ് ശ്രമിച്ചത് എന്ന സംശയത്തിലാണ് എ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പ് ഒരുപക്ഷെ അഭിജിത്തിന്റെ പേരായിരിക്കും മുന്നോട്ട് വെക്കുന്നത്. അതാണ് യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന കലഹം.